ശശി തരൂരിനെ വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സർ, ഈ തരൂർ ഏതെങ്കിലും സീമ ലംഘിച്ചു എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? ശ്രീ ശശി തരൂർ വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ്. വിദേശകാര്യങ്ങളിലൊക്കെ വളരെ പാണ്ഡിത്യമുള്ള ആളാണ്. അദ്ദേഹത്തിന് എല്ലാ അംഗീകാരവും ലഭിക്കേണ്ട വ്യക്തി തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ വിദേശത്തേക്കുള്ള ഡെലിഗേഷൻ ലീഡറായിട്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിരഞ്ഞെടുത്തതിലും യാതൊരു തെറ്റുമില്ല. അതിന് പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ആ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ശശി തരൂരിൻ്റെ കടമയായിരുന്നു അത് കോൺഗ്രസ് പാർട്ടിയോട് ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനുള്ള അനുവാദം വേണം എന്ന് പറയണം. കാരണം ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആണ്. എത്ര വലിയ വ്യക്തിയായാലും എം പി ആകുക എന്ന് പറഞ്ഞാൽ, അതെ, വിശ്വപൗരനായാലും കോൺഗ്രസ് പാർട്ടിയിൽ എം പിമാരായിട്ട് എത്രയോ വിശ്വപൗരന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെയും പാർട്ടിക്ക് വിധേയരാണ്. അപ്പം ശ്രീ ശശി തരൂർ ഇവിടെ വന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ടിക്കറ്റ് ചോദിച്ച് മത്സരിക്കാൻ തീരുമാനിച്ച് മത്സരിച്ചപ്പോൾ തന്നെ അതൊരു അൺറിട്ടൺ എഗ്രിമെൻ്റാണ് പാർട്ടിയുമായിട്ട്, പാർട്ടിക്ക് വിധേയൻ ആണ് എന്നുള്ളത്. അപ്പോൾ അത് ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാർട്ടിയുടെ അനുവാദം വാങ്ങേണ്ടതായിരുന്നു. അനുവാദം ചോദിച്ചിരുന്നത് തീർച്ചയായും അനുവാദം കൊടുത്തതിന് തരൂരിന് വീഴ്ച സംഭവിച്ചു. ആ കാര്യത്തിലാണ് വീഴ്ച സംഭവിച്ചത്. അത് വാസ്തവത്തിൽ ശശി തരൂരിനെ പോലെ എന്ന് മാത്രമല്ല, അനുവാദം ചോദിച്ച് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ശശി തരൂരിൻ്റെ തന്നെ ആ വ്യക്തി അതായത് പാർട്ടിയോട് വിധേയത്വം കാണിക്കുന്നുള്ള ഉള്ള ആ ഒരു നല്ല ഇമേജ് അദ്ദേഹത്തിന് വരുമാറി. എന്ന് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാണ്. ഒരു വ്യക്തിയും പാർട്ടിയേക്കാൾ വലുതല്ല, മനസ്സിലായോ? എത്ര പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ എത്രയോ പേര് ഈ പാർട്ടിയിൽ, ആരും പാർട്ടിയേക്കാൾ വലുതാണ് എന്ന് കരുതിയിട്ടില്ല. അദ്ദേഹം ഈ പാർട്ടി നിലപാട് പിന്തുടരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴി നോക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? കാരണം അദ്ദേഹം പലപ്പോഴും പല വിഷയങ്ങളും പാർട്ടിയുടെ അപ്പുറത്തേക്കുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ല, അതിപ്പോൾ ഞാൻ പറയാനുള്ളത്, പാർട്ടിയുടെ നിലപാടുകളോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഞാനതൊക്കെ പാർട്ടി ഫോറത്തിലാണ് പറയുന്നത്. ഒരു പാർട്ടിയിൽ അംഗമായിരിക്കുന്ന സമയത്ത്, പാർട്ടിയിൽ പ്രത്യേകിച്ച് അംഗമല്ല, ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അംഗങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ എനിക്ക് വേണേൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരു പാർട്ടി മൂലം എം പി ആയി വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായതും പാർട്ടി പേര് കൊടുത്തിട്ടാണ്. അങ്ങനെയുള്ള പാർട്ടിയുടെ പേരിൽ മന്ത്രിയായിട്ടുള്ള ഇതെല്ലാം പാർട്ടിയുടെ പേരില്ല. അല്ല, ശശി തരൂർ വിശ്വപൗരനാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി എത്ര വ്യക്തിയായാലും അദ്ദേഹം പാർട്ടിക്ക് വിധേയനാണ്. പാർട്ടിയോട് തീർച്ചയായും പാർട്ടിയോട് ചോദിച്ചിട്ട് അനുവാദം വാങ്ങേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നു. അത് വീഴ്ചയാണ്. തരൂർ നിരന്തരം മോദി സ്തുതി നടത്തുന്നുണ്ട്. അദ്ദേഹം BJP പോകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. എനിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നല്ല കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അങ്ങനെ പറയണമെന്നുള്ള, നല്ല കാര്യങ്ങൾ ചെയ്താൽ പറയണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. മോഡിക്ക് ഗുണപരം ഒന്നും പറയില്ലെന്നുള്ള വാദത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇപ്പോൾ ഉദാഹരണം, ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനൊരു നല്ല മറുപടി കൊടുത്തു, വളരെ നന്നായി എന്നുള്ള അഭിപ്രായക്കാർ, അത് വളരെ നന്നായി എന്ന് പറയുന്നത് തെറ്റ്. പക്ഷെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലും മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിലാണേലും മോഡിയുടെ നന്മ മാത്രം കാണുകയും മോഡി ചെയ്യുന്ന തെറ്റുകൾ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ട്. ഇവിടെ നമ്മുടെ ശശി തരൂർ പലപ്പോഴായി പറയുന്നുണ്ട് അതെല്ലാം മോഡി സ്തുതിയാണ്. മോഡിക്ക് ആ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല, പറഞ്ഞ മാറ്റം. പക്ഷേ അതെല്ലാം മോഡിയെ കർശനമായി വിമർശിക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. വിമർശനം ഉണ്ടാകുന്നില്ല, സ്തുതി മാത്രമേ തരൂരിൻ്റെ ഭാഗത്ത്. അതെ, വിമർശനം ഉണ്ടാകാതെ സ്തുതി മാത്രം വരുമ്പോൾ അത് ഏകപക്ഷീയവുമായും തീർച്ചയായും ആ സൈഡിനുള്ള ഒരു ചായ്വാണ്. ആ ചായ്വായിട്ട് അത് കാണാൻ കഴിയത്തുള്ളൂ. അദ്ദേഹം തിരുത്തണമെന്നാണോ അങ്ങ് പറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അത്തരം കാര്യങ്ങൾ തിരുത്തണം. അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളിലും, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറാണ്, എല്ലാ അഭിപ്രായവും അവിടെ തുറന്നു പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അപ്പോൾ അവിടെ പറയണം.
അതുപോലെ തന്നെ അദ്ദേഹം മോഡിയുടെ നന്മകൾ പറയണം. അതോടൊപ്പം തന്നെ ശ്രീ നരേന്ദ്രമോദി ചെയ്യുന്ന പല തെറ്റുകളുമുണ്ട്, അതുകൂടെ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. എന്നാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാകുകയുള്ളൂ. ആ ക്രെഡിബിലിറ്റി ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറ്റ് ലാക്സ് ക്രെഡിബിലിറ്റി. കാര്യം ഇറ്റ് ഈസ് ടോട്ടലി വൺ സൈഡഡ് സ്റ്റേറ്റ്മെൻറ്റ്.